ഹായ് സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ലെഡ്ജർ ബാലൻസിങ്ങിനെ പറ്റിയാണ് പഠിക്കുന്നത്. നമുക്കറിയാം എല്ലാ ട്രാൻസാക്ഷൻസും ആദ്യം റെക്കോർഡ് ചെയ്യുന്നത് ജേണലിലാണ്. ആ സ്റ്റേജിൽ നമ്മൾ ഓരോ ട്രാൻസാക്ഷനിൽ ഡെബിറ്റും ക്രെഡിറ്റും ഐഡൻറ്റിഫൈ ചെയ്യും, എന്നിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഇതിൽ നമുക്കൊരു 5 ട്രാൻസാക്ഷൻസിനെ എടുത്ത് നോക്കാം. അപ്പോൾ 5 ട്രാൻസാക്ഷൻസിൽ ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് ക്യാപിറ്റൽ ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ ക്യാപിറ്റലിന് ക്രെഡിറ്റും ക്യാഷിന് ഡെബിറ്റും. രണ്ടാമത്തത് ഫർണിച്ചർ വാങ്ങി, മൂന്നാമത്തത് സാലറി കൊടുത്തു. ഈ 2 ട്രാൻസാക്ഷൻസിലും ക്യാഷിന് ക്രെഡിറ്റും ഫർണിച്ചറിന് ഡെബിറ്റ്, സാലറിക്ക് ഡെബിറ്റ്. നാലാമത്തെ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, അതായത് സെയിൽസിന് ക്രെഡിറ്റും ക്യാഷിന് ഡെബിറ്റും. ഫിഫ്ത്ത് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ റെൻറ്റ് പെയ്ഡ് ആണ്, റെൻറ്റിന് ഡെബിറ്റും ക്യാഷിന് ക്രെഡിറ്റും. അപ്പോൾ നമ്മൾ ജേണൽ എൻട്രീസ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനെ ഓരോ കാറ്റഗറി വരുന്നതിനെ ഓരോ ഗ്രൂപ്പ് ആക്കുകയാണ് നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ. അതിനെയാണ് ലെഡ്ജർ പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻ ദിസ് കേസ് നമ്മൾ ക്യാഷ് അക്കൗണ്ടിനെ നോക്കുന്നു. ക്യാഷ് വരുന്ന എത്ര ട്രാൻസാക്ഷനാണുള്ളത്? എല്ലാ ട്രാൻസാക്ഷനിലും ക്യാഷ് വരുന്നുണ്ട്. അപ്പോൾ രണ്ടാമത് നമ്മൾ നോക്കേണ്ടുന്നത് ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ വരുന്നത്. അപ്പോൾ നമ്മൾ ക്ലോസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ 2 എൻട്രികളിൽ ക്യാഷിന് ക്രെഡിറ്റും 3 എൻട്രികളിൽ ക്യാഷിന് ഡെബിറ്റും വരുന്നുണ്ട്. അപ്പോൾ ക്യാഷിന് ക്രെഡിറ്റ് വരുന്ന എൻട്രികളിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത് ലെഡ്ജറിൻ്റെ. ഇതാണ് ലെഡ്ജറിൻ്റെ ഫോമാറ്റ്. ഒരു ടി അക്കൗണ്ടാണ്. അതിൻ്റെ ഡെബിറ്റ് സൈഡിലും ഡേറ്റ്, ഡീറ്റെയിൽസ്, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട് കാണും. ക്രെഡിറ്റ് സൈഡിലും സെയിം തന്നെ. അപ്പോൾ ക്യാഷിന് ക്രെഡിറ്റ് വരുന്ന ട്രാൻസാക്ഷൻസിനെ നമ്മൾ ക്രെഡിറ്റ് സൈഡിലെടുക്കും, അതായത് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ. ദെൻ ക്യാഷിന് ഡെബിറ്റ് വരുന്ന ട്രാൻസാക്ഷൻസിനെ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എടുക്കും. അപ്പോൾ ഓൾ പോസ്റ്റിംഗ് ഫിനിഷ് ആയതിനു ശേഷം നമ്മൾ ഈച്ച് സൈഡ്, നമുക്ക് എപ്പോഴും ഡെബിറ്റ് ഈക്വൽ ടു ക്രെഡിറ്റ് ആയിരിക്കണമല്ലോ. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ടോട്ടൽ ചെയ്ത് നോക്കും. അപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് ടോട്ടൽ ചെയ്ത് നോക്കിയാൽ ഡെബിറ്റ് സൈഡ് 225,000ഉം ക്രെഡിറ്റ് സൈഡ് 55,000 വരുന്നുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ 2 ഡെബിറ്റും ക്രെഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കും. ഡിഫറൻസ് നോക്കുമ്പം 170,000 ആണ്. അപ്പോൾ നമ്മൾ അതിനെ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഡിഫറൻസ് ഉള്ള എമൗണ്ട് ആ ലോ ആയിട്ടുള്ള സൈഡിൽ എഴുതും. അതിനെയാണ് ബാലൻസിങ് എന്ന് പറയുന്നത്. ആ എമൗണ്ടിന് നേരെ നമ്മൾ ആ ലാസ്റ്റ് ഡേറ്റും ബാലൻസ് ക്യാരി ഡൗൺ എന്ന നറേഷനും എഴുതും. ഇതിന് ശേഷം ബിലോ ദ ടോട്ടൽ, അതായത് ടോട്ടൽ ലൈനിൻ്റെ താഴെ നമ്മൾ ഈ ക്യാരി ഡൗൺ ചെയ്ത എമൗണ്ടിനെ നെക്സ്റ്റ് ഡേയിൽ ബ്രോട്ട് ഡൗൺ ചെയ്യും. ഈ പ്രോസസ്സിനെയാണ് ബാലൻസിങ് ഓഫ് ലെഡ്ജേഴ്സ് എന്ന് പറയുന്നത്. ഈ ബാലൻസ് ആയിരിക്കും ആ പർട്ടിക്കുലർ ഹെഡിൻ്റെ ബാലൻസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. താങ്ക് യു.